ആ പരാതി കേൾക്കാൻ ബാധ്യതപ്പെട്ടവൻ തന്നെയാണ് ഞാൻ ഇതിനു മുൻപും വഹിച്ച ചുമതലയിൽ അത് വിഷയമായിരുന്നു. പക്ഷേ തീരുമാനമെടുത്തത് ഗവൺമെന്റാണ്. അവിടെ ഒരു മേൽപ്പാലമാണോ പറഞ്ഞത്? ആദ്യം പറഞ്ഞു 2017 അടിപ്പാത എന്നാ പറഞ്ഞത്. അപ്പൊ ഒരിക്കൽ അടിപ്പാതയും നിർമ്മിക്കാൻ നോക്കുമ്പോൾ മേൽപ്പാലയും ആവുകയും ചെയ്യുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് പഠനമാണ് നടത്തിയതാണ്? പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അടിപ്പാത എന്ന് തന്നെ പറയും, അതിൽ ഉറച്ചു നിൽക്കും. അതല്ലെങ്കിൽ അടിപ്പാത പറ്റില്ല, മേൽപ്പാലം എന്ന് പറയും. ഒരു പഠനവും നടത്താതെ ഒരു ചിന്താഗതിയുടെ ഭാഗമായിട്ട് അവിടെ ഒരു പദ്ധതി കൊണ്ടുവരും. അപ്പൊ എന്തെങ്കിലും പ്രൊജക്ട് കൊണ്ടുവരണം, എന്റെ മണ്ഡലത്തിൽ നടപ്പാക്കണം എന്ന തോന്നലിൽ ജനപ്രതിനിധിക്ക് ഉണ്ടാകുന്ന ഒരു വെളിപാടിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വന്നത്. അന്ന് ഞാൻ പറഞ്ഞത് ഇതിനടിയിലൂടെ കുടിവെള്ള പൈപ്പ് ലൈൻ പോകുന്നുണ്ട്, അതുകൊണ്ട് അത് പ്രാക്ടിക്കലായി പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ വിമർശിച്ച ആളുകളുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ 2017 കഴിഞ്ഞ് 2023 ആകുമ്പോൾ പറയുന്നു അടിപ്പാത പറ്റില്ല, അടിയിലൂടെ പൈപ്പ് പോകുന്നുണ്ട്. അപ്പോ നമുക്ക് അറിയുന്ന ഒരു വസ്തുത, അടിയിലൂടെ പോകുന്ന പൈപ്പിനെ 6 വർഷം കൊണ്ട് വേണം അത് അടിയിലൂടെ പൈപ്പ് പോകുന്നുണ്ടെന്ന് അവർക്ക് കണ്ടെത്താൻ. ഇപ്പൊ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ മേൽപ്പാലമാകുന്നതിന് വേണ്ടി തന്നെ ഇപ്പോഴവിടെ റോഡൊക്കെ വീതി കൂട്ടി, അവിടെ ഗതാഗത കുരുക്കൊന്നുമില്ല. അപ്പൊ ജനങ്ങൾ അവിടെ മേൽപ്പാലം വന്നു കഴിഞ്ഞാൽ 2 ഭാഗത്തും പാർട്ടീഷൻ ചെയ്തതുപോലെ ആകും. മേൽപ്പാല നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ പാപ്പിനിശ്ശേരി പാലം പോലെ ആകും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത് വീണ്ടും ഒരു പഠനം നടത്തണം എന്ന് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഇന്നലെ മുതൽ തുടങ്ങിയ ആളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരണമാണ്, MLA പാലത്തിനെതിരാണ്. ഇന്നലെ അവിടെ DYFI പ്രകടനം നടത്തി, ഇന്ന് അവിടെ വീണ്ടും പ്രകടനം നടത്തും. അപ്പൊ ഞാൻ പറഞ്ഞത് അവര് അത് ചെയ്താലല്ലേ CPM എന്ന് പറയുന്ന പാർട്ടിയായിട്ട് തന്നെ നിലനിൽക്കും. അവരത് പറയും, പ്രവർത്തന ശൈലിയിൽ മാറ്റം വരില്ല എന്നതിന്റെ ഉറച്ച പ്രഖ്യാപനമാണ്. അപ്പൊ അത് പറയും. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ചിന്തിച്ചാൽ മതി.